ഈ പാനൽ ഡിസ്കഷൻ്റെ പേര് വായിച്ചപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, സാഹിത്യത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അലിട്രേഷൻ. എ ലോട്ട് ഓഫ് യു വിൽ നോ അല്ലേ? അപ്പോൾ അലിട്രേഷനെ വളരെ മനോഹരമായി ഉപയോഗിക്കുന്ന ഒരു പേരാണ് കൾച്ചറൽ ക്രോസ് റോഡ്സ്, the clash and convergence of tradition and modernity. What a beautiful name has been coined for the session, and it is going to be a beautiful panel discussion on the stage as well. ആദ്യം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ മോഡറേറ്ററിനെയാണ്. ഷീസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ദ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി, കോഴിക്കോട് ദേവഗിരിയിലുള്ള സെയിൻറ്റ് ജോസഫ്സ് കോളേജിലെ അധ്യാപികയാണ്. ശിൽപ ചന്ദ്രൻ, can we have you on stage? Yes. ശരീര രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ശില്പയുടെ ആദ്യ പുസ്തകം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. Joining her on stage are panelists, a gifted writer and storyteller, Ms. Annie Vallikappan. She currently also serves as an HR head at Mobco Media. കാവൽക്കാരി, നീർദിൻ്റെ പുസ്തകങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങൾ നമുക്കറിയാം. Has an exciting body of work. The next panelist joining us on stage is Anju Sajid. She is the Chief Consultant of Letters Way Consultancy. Manjul Publications inde Malayala Vibhagam Regional Head ആണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മലയാള പുസ്തകത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ്. നിരവധി കൃതികൾ മറ്റ് ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ബോഡി ഓഫ് വർക്കുള്ള ഒരു എഴുത്തുകാരിയാണ്. Joining them on stage, Tulu Rose ടോണി, മലയാള നർമ്മ സാഹിത്യത്തിലെ ശ്രദ്ധേയായ ഒരു പുതുമുറക്കാരിയാണ്. ബാംഗ്ലൂരിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ നേരത്തെ ജോലി ചെയ്തിരുന്നു. കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച തുളുനാടൻ പുസ്തകങ്ങളാണ്, തുളുനാടൻ കഥകളാണ് ആദ്യ പുസ്തകം. ആൻഡ് മേക്കിംഗ് ദാറ്റ് പാനൽ കംപ്ലീറ്റ് ഇസ് മേരി സാര. Hearty welcome on stage, Mary. She is the author of Vodka Sambar and Gypsies Run on Wednesday. She's an engineer who also has some masters in media and communications. Marketing and advertising il videsha rajyangalilokke joli cheyidittulla aalana and passionate about weaving compelling stories. And with that, I now hand it over to our moderator, Shilpa. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ക്രൗഡ് ഉണ്ടാവുമെന്ന് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഐ എം സോ ഹാപ്പി. ഭയങ്കര ഔപചാരികതകളൊന്നും ഇല്ലാതെ സംസാരിക്കാം. ഇവിടെ ആദ്യം എത്തിയ സമയത്ത്, ഞങ്ങളവിടെ ഇരിക്കണ സമയത്ത് അഞ്ജു ചേച്ചി പറഞ്ഞു, ടാഗ് തിരിഞ്ഞു പോയിരിക്കുകയാണ്, ടാഗ് നേരെ നിൽക്കണില്ല. അതേപോലെയുള്ള 4 സ്ത്രീകൾ, ഇൻക്ലൂഡിങ് മീ, 5ാമത്തെ ആള്, തല തിരിഞ്ഞ പെണ്ണുങ്ങളാണ് ഇവിടെ ഇരിക്കണതെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളോട് വളരെ ഔപചാരികത ഒന്നും ഇല്ലാതെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ക്ഷണിച്ചതിനും മോഡറേറ്ററായിട്ടിരിക്കാൻ അവസരം തന്നതിനും ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ചോദ്യമായിട്ടല്ല, ഒരു ചിറ്റ്ചാറ്റ് നടത്തുന്നത് പോലെ ഈ സെഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആനി ചേച്ചിയോടാണ്. വളരെ നോർമലായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു നാട്ടിൽ നിന്ന്, ആരും അറിയപ്പെടാത്തൊരു സ്പേസിൽ നിന്ന്, ആ കൾച്ചറിൽ നിന്ന് വേറൊരു കൾച്ചറിലേക്ക് ആണ് പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ആ കൾച്ചറൽ ചേഞ്ച് ജീവിതത്തിലും എഴുത്തിലും എന്ത് മാറ്റമാണ്, എങ്ങനെയാണത് വർക്ക് ചെയ്തിട്ടുള്ളതെന്നൊന്ന് എല്ലാവരോടായിട്ട് പറയാമോ? നമസ്കാരം ശില്പ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എന്നെ എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല, പക്ഷേ എന്നെ ഇപ്പം അറിയുന്നുണ്ടെങ്കിൽ അത് കാവൽക്കാരിയിലൂടെ, നീർദിൻ്റെ പുസ്തകങ്ങളിലൂടെ, പിന്നെ എന്നെപ്പോലെ തന്നെ മാർമലയും മനുഷ്യരറിഞ്ഞു തുടങ്ങി. പിന്നെ പറഞ്ഞല്ലോ, സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ്. അല്ല നല്ല നൊട്ടോറിയസ് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്നാണ്. പക്ഷേ ഞാൻ എവിടെ പോയാലും മാർമല എന്ന് പറയുമ്പം, നമ്മൾ സാധാരണ നമ്മുടെ വീടെന്ന് പറയുമ്പം പാലാന്നങ്ങ് പറഞ്ഞേക്കും. കാരണം ബാക്കി കൂടുതലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല. മാർമല എന്ന് പറയുമ്പം എല്ലാവരും ചോദിക്കും, ഇത് എവിടെ ഈ സ്ഥലം, ഇത് കേരളത്തിൽ തന്നെയാണോ എന്ന് ചോദിക്കും. പലപ്പോഴും എനിക്ക് തോന്നി, അതെന്താ മാർമലയെ അറിയാത്തെ. അങ്ങനെ എനിക്ക് നേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ എന്താ പറയുക, എനിക്ക് എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷേ എനിക്ക് പുസ്തകങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, വായിക്കാനല്ല. നോക്കി തുടച്ച് സൂക്ഷിച്ച് ഇടയ്ക്ക് പുസ്തകങ്ങളൊന്ന് മറിച്ച്. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറിനൊരു ഹോം ലൈബ്രറി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം അതിനകത്തെ പുസ്തകങ്ങളുടെ കാവൽക്കാരി ഞാനായിരുന്നു. അങ്ങനെ എഴുതി തുടങ്ങിയതാണ്. ഈ പറഞ്ഞ പോലെ മാർമല ഞങ്ങൾക്ക് കറണ്ട് കിട്ടുന്നത് തന്നെ 2001 അപ്പോൾ അതുവരെ ഈ പറയുന്ന റാന്തൽ വിളക്കും മണ്ണെണ്ണ വിളക്കും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ചതെല്ലാം ബോർഡിങ്ങിൽ നിന്നിട്ടാണ്. അന്നേരം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു കൾച്ചറൽ ഷോക്ക് എന്ന് എനിക്ക് പറയാനായിട്ട് നേരെ PGക്ക് പഠിക്കാനായിട്ട് ഞാൻ മെൽബണിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര കൾച്ചറൽ ഷോക്ക്. നിലാവിൽ തയ്ച്ചു വിട്ട കോഴീനെ പോലെ എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ ഞാൻ ബ്രോഡ്കാസ്റ്റിംഗാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു സെഷൻ ഉണ്ട് ഇതുപോലെ വട്ടത്തിൽ കൂടി ഇരുന്ന്. അപ്പോൾ പ്രൊഫസർ ചോദിക്കും 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആരായിരിക്കും. ഭയങ്കര ക്ലീശ ചോദ്യമാണ്. ക്ലീശ ഉത്തരം പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് പറയുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്ന് ഇതുപോലെ ചോദിച്ചു വന്ന് എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എനിക്കൊരു ഓതർ ആവണം. അതെന്താ പറഞ്ഞേ എന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല. അന്ന് എനിക്ക് നോട്ട് ഡിക്റ്റേറ്റ് ചെയ്ത പോലും എഴുതാത്ത ഒരാളാണ് ഞാൻ. അത്രയ്ക്കും മടിയാണ് എഴുതാനായിട്ട്. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഒരു രാത്രിയിൽ ഇതുപോലെ മെഴുകുതിരി വെട്ടത്തിലിരുന്ന് ചീവീടിൻ്റെ ശബ്ദമൊക്കെ കേട്ട് ഞാൻ എഴുത്തു തുടങ്ങി. അങ്ങനെയാണ് കാവൽക്കാരി എഴുതിയുണ്ടായത്. അപ്പം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ എന്ത് കണ്ടെത്തി, എന്ത് എനിക്ക് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തിലൂടെ എനിക്ക് എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. അതായത് ഞാൻ അംഗീകരിക്കുന്നതും അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് എഴുത്തിലൂടെ മനസ്സിലായി കിട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ടുമല്ല എഴുതുന്നത്, ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു എന്നാ പറയുക മെഡിറ്റേഷനോ ഒരു മരുന്നോ ഒക്കെയാണ് എനിക്ക് എഴുത്ത്. അത് ഞാൻ എൻ്റെ വായനക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. എഴുത്ത് ശരിക്കും എന്നിലേക്കുള്ളൊരു മടങ്ങിപ്പോകൽ തന്നെയായിരുന്നു. അഞ്ജുവേച്ചിയിലേക്ക് വരാം. കുറേയേറെ പുസ്തകങ്ങൾ അഞ്ജുവേച്ചി എഴുതിയിട്ടുണ്ട്. അതിലൊക്കെയും ഞാൻ വായിച്ചതിൽ വെച്ചിട്ടൊരു തമിഴ് മിക്സിങ് അല്ലെങ്കിൽ ഒരു തമിഴ് കൾച്ചറിൻ്റെ മിക്സിങ് വരുന്നുണ്ട്. തമിഴ്നാടുമായിട്ടും തമിഴിൻ്റെ കൾച്ചറുമായിട്ടും അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ആ പുസ്തകങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ആ ഒരു കൾച്ചറൽ മിക്സിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ക്രോസിങ് സെക്ഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത്? നമസ്കാരം. തമിഴ് എന്നുള്ളത് വളരെ വലിയ ഒരു ക്യാൻവാസിൽ വരയ്ക്കപ്പെട്ട ഒരു ചിത്രമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. മലയാളത്തിനേക്കാൾ വലിയ സംസ്കാരം ഉള്ള, നമ്മൾ മലയാളത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നുമാണ് മലയാളം എന്ന ഭാഷ രൂപപ്പെട്ടത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം തമിഴെന്ന് പറയുന്ന ഏറ്റവും മൂല്യമുള്ള സംസ്കാരമുള്ള ഒരു നാട്ടിൽ നിന്ന് പലതും കടം കൊണ്ടവരാണ് ലോകം മുഴുവനും ഉള്ളവർ. ഞാൻ ഒരു പാലക്കാട്ടുകാരിയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഒരു ബോർഡർ ഏരിയയിൽ താമസിച്ച് ഞങ്ങൾക്ക് ഒരുപാട് തമിഴ് ബന്ധങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ആ കാരണം കൊണ്ട് തന്നെ അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ ധാരാളം തമിഴ് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ കുട്ടിക്കാലം കൽപ്പാത്തി അഗ്രഹാരങ്ങളും രാമനാഥപുരം ഗ്രാമങ്ങളും ഒക്കെ കടന്നുപോയതാണ്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. പക്ഷെ പിന്നീട് ഈ സംസ്കാരം വിപുലമായി പഠിക്കാനും അറിയാനും ആ സംസ്കാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എന്നെ പ്രേരിപ്പിച്ചത് തമിഴ്നാടൻ യാത്രകളാണ്. തമിഴ്നാടിൻ്റെ അകങ്ങളിലേക്കുള്ള യാത്രകൾ നമുക്ക് തമിഴ്നാടിനെ ഒരു കണ്ണി പോലെ ഇണക്കി ചേർത്തുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തെ രൂപപ്പെടുത്താനായിട്ട് ഒരു ഒരു തുറന്ന വാതിലാക്കി തരും. അങ്ങനെയാണ് തമിഴിലേക്ക് ആദ്യം ശ്രദ്ധ ചെലുത്തുന്നത്. ആ സംസ്കാരത്തിൽ, ആ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്, ആ സമൂഹം എങ്ങനെയാണ് മലയാളിയുമായി ഇണങ്ങിച്ചേർന്ന് പുതിയ സംസ്കാരത്തിന് ഇടം നൽകുന്നത്, അത്തരം കാര്യങ്ങളാണ് നോക്കിക്കണ്ടത്. അതിൽ നിന്നാണ് ശരിക്കും
ആദ്യ കഥാസമാഹാരമായിട്ടുള്ള പത്മസംഭവ രൂപപ്പെടുന്ന സമയത്ത് തമിഴിൻ്റെ സംസ്കാരമുള്ള 3 കഥകൾ വരുന്നത്, പിന്നീട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് പോയ വെൺതരിശ് നിലങ്ങൾ, പെയിൻറ്റ് ബ്രഷ് നമ്പർ 000, അങ്ങനെ എഴിലരസി വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു, സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു വിഷയവുമായിരുന്നു. അപ്പം ഇതെല്ലാം തമിഴിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്താൻ എന്നെ സഹായിച്ചത് ഈ സംസ്കാരത്തിൻ്റെ തുടക്കം ആദ്യം ബാല്യകാലത്ത് ഉണ്ടാവുകയും അവിടെ നിന്ന് വളർന്ന് യാത്രകളിലൂടെ വികസിച്ച് ആ സംസ്കാരത്തിലേക്ക് എത്തിപ്പെടാൻ ഉള്ള പാത ഉണ്ടായതാണ്. അത് എനിക്ക് വളരെ വലിയ അർത്ഥത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഉത്തരേന്ത്യൻ നാടുകളിലും മറ്റിടങ്ങളിലും സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ അനുഭവ സമ്പത്ത് തമിഴ്നാട് തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു സഞ്ജയൻ എന്ന എഴുത്തുകാരനെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. മലയാളത്തിൽ ഹാസ്യ സാഹിത്യം എഴുതുന്നതിൽ അല്ലെങ്കിൽ നർമ്മ സാഹിത്യം എഴുതുന്നതിൽ മലയാള ഭാഷയ്ക്ക് പുരുഷാധിപത്യത്തിൻ്റെ ഒരു കുത്തക ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെയൊക്കെ ഭേദിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ടുലു, TRT അല്ലേ. അപ്പോൾ ടുലു ചേച്ചീൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, പുള്ളിക്കാരുടെ എഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും സെൽഫ് ട്രോൾ ചെയ്യാറുണ്ടോ? കുറേ മനുഷ്യരുണ്ടല്ലോ, ഊക്ക് കിട്ടണ മനുഷ്യന്മാരുണ്ടാവും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒരാൾ എപ്പോഴും ഊക്ക് വാങ്ങിക്കുന്ന ഒരാൾ എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പം സ്വയം ട്രോളുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് കോമഡി അടിക്കുക, ചളി അടിക്കാൻ പറ്റുക അല്ലെങ്കിൽ നർമ്മം പറയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. ഇപ്പം സിനിമയിലൊക്കെ ആയാലും നർമ്മം അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ടാസ്കാണ്. അപ്പം അതിനെങ്ങനെയാണ് എഴുത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെ എങ്ങനെ എഴുത്തിൽ ആവിഷ്കരിക്കാൻ പറ്റുകയെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ടുലു. അപ്പം ചേച്ചിയിലേക്ക് പോവാം. അനുഭവം എന്താണ്? ഒരു നർമ്മം എഴുതുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ ടാസ്കുകളുണ്ട്. അത് ഫലിപ്പിക്കുക, അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. നർമ്മം എഴുതുക എന്ന് പറയുന്നത് എനിക്ക് പറയാനും ഇഷ്ടമാണ്, എഴുതാനും ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാത്ത എന്നിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ എഴുത്തെന്ന് പറയുന്നത്. ഞങ്ങൾ ഫാമിലി അടക്കം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിപ്പം ട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീ അവനെ വാരുന്നു, അന്ന് അങ്ങനെ വാരുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയിൽ വളർന്നു വന്ന അല്പമല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഭ്രാന്തുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. അപ്പം അത് ഞങ്ങളുടെ വീട്ടുകാരും സമ്മതിച്ചു തരത്തില്ല. പക്ഷേ ഭ്രാന്തുണ്ട്, ആക്ച്വലി ഭ്രാന്തുണ്ട് ആ ഫാമിലിക്ക്. അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ ഡിഗ്രിക്കൊന്നും പഠിക്കുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും ഒരു ഡയറി എഴുതുക, അത്രയൊക്കെ ഉള്ളൂ എഴുത്തെന്ന് പറയുന്നത്. പിന്നെ വായന ഉണ്ടായിരുന്നു, നല്ല പോലെ വായിക്കുമായിരുന്നു, പല ടൈപ്പ് എല്ലാവരുടെയും വായിക്കുമായിരുന്നു. അപ്പോൾ എഴുതുന്ന ഒരു രീതി എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ അറിയാം. പക്ഷെ നമുക്കത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും എഴുതാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബാങ്കിൽ ഡിഗ്രി കഴിയുന്നു, ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, കല്യാണം കഴിഞ്ഞ് ആസ് യൂഷ്വൽ പിന്നെ കുട്ടികളുണ്ടായി കഴിഞ്ഞ് തല്ലും വഴക്കും തുടങ്ങുന്നു. അപ്പോൾ തല്ലും വഴക്കും തുടങ്ങി കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും, ഇത് കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ലല്ലോ, ഇതൊക്കെയാണോ കല്യാണം എന്ന് പറയുന്നത്. കല്യാണം കഴിക്കാൻ വീർപ്പ് പൊട്ടി നടന്നിരുന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് വേണ്ടായിരുന്നു ഈ പരിപാടി, അങ്ങനെയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ഞാൻ ആ സമയത്താണ് ഫേസ്ബുക്കിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു എന്താണ് ഫേസ്ബുക്ക് എന്നൊന്നും. അപ്പോഴാണ് ഫ്രണ്ട്സ് പറഞ്ഞത്, നിനക്ക് എഴുതാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം എന്തെടുത്ത് വെച്ച് എഴുതും, ഇത് ഇത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, എന്തെങ്കിലും കയ്യിൽ വേണമല്ലോ എഴുതാൻ. ഒന്നും എഴുതാനില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള ഒരു വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസവും വഴക്കാണ്. വഴക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല, ഫുൾ തല്ലാണ്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എന്താ പറയുക, പണ്ട് ഇന്നസെൻ്റ് പറഞ്ഞിട്ടുള്ള പോലെ നല്ലൊരു കുടുംബത്തിന് വിനയം വളരെ വളരെ അത്യാവശ്യമാണെന്ന് പറയില്ലേ, അല്ലെങ്കിൽ എന്താ മൗനം വളരെ വളരെ അത്യാവശ്യമാണെന്ന് പറയുന്ന പോലെ
ഞാൻ എഴുതാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഇതുകളായിട്ട് എഴുതാൻ തുടങ്ങി, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പം കെട്ടിയവൻ വന്നിട്ട് എന്താ ചെയ്യുന്നത്, മിണ്ടരുത് ഞാൻ എഴുതുക, ഒരു കുന്തവും ഇല്ല, ചുമ്മാ ഇരുന്ന് കാണിക്കും. പുള്ളിക്കാരൻ അങ്ങ് പോയിക്കോളും. പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ വീണ്ടും നോർമൽ ആയിക്കോളും. അങ്ങനെ എനിക്ക് എഴുതാനും പറ്റാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ചുമ്മാ ഒരു തമാശ എഴുതി ഫേസ്ബുക്കിലിട്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് റീച്ചായി. അപ്പോൾ എനിക്ക് തോന്നിക്കൊള്ളാലോ സംഭവം, നമ്മൾ 4 ആൾക്കാർ. പിന്നെ ഈ എഴുത്തിൻ്റെ വഴി കൂടെ കുറേ എഴുതാൻ തുടങ്ങിയപ്പം ഒരുപാട് പേര് ഫാൻസ് വരുന്നു, എന്ത് രസമായിട്ട് എഴുതുന്നതെന്ന് പറയുന്നു, ഇങ്ങനെ തമാശ വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു അഹങ്കാരവും സംഭവമൊക്കെ വരുമല്ലോ, ഞാൻ എന്തോ സംഭവമാണ് എന്നുള്ള ഒരു ഇതൊക്കെ വരുമല്ലോ. അതെനിക്ക് വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഒരു ദിവസം തമാശ എഴുതുവാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഒരു കഥ എഴുതിയിടാം എന്നുള്ള, അങ്ങനെ കഥകളും ഞാൻ എഴുതിയിരുന്നു എന്നുള്ളതാണ് സത്യം. കഥകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ പതുക്കെ കുറച്ച് ആൾക്കാർ തുടങ്ങി, ടൂലു കഥ എഴുതണ്ട കേട്ടോ. അപ്പോൾ പിന്നെ അതെന്താ, എനിക്ക് കഥ എഴുതിയാൽ പറ്റത്തില്ലേ? പിന്നെ അല്ല, കഥ എഴുതാൻ ഇവിടെ കുറേ നല്ല ആൾക്കാരുണ്ട്, നീ തമാശ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഥകൾ മാറ്റി വെച്ച് പിന്നെ ഈ എന്താ പറയുക, തമാശകളിലേക്ക് കടന്നു. ഈ തമാശകൾ മുഴുവൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ചെറുതിലേ തൊട്ടുള്ള കാര്യങ്ങളും എല്ലാത്തിലും തമാശ ഞാൻ ആഡ് ചെയ്യുന്നതല്ല. അത് ഉണ്ടായ കാര്യങ്ങൾ അങ്ങനെ ഞാൻ പകർത്തി എഴുതുമ്പം ഇപ്പോൾ നമുക്ക് എഴുത്തിൻ്റെ ഒരു ഫോർമാറ്റ് അറിയാവുന്നതുകൊണ്ട് അതെനിക്ക് ഈസിയാണ് ഒന്നും കൂടെ. അതാണ് ഞാൻ പറയുന്നത്, വായിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ള ഒരു ഐഡിയ ഓരോ ബുക്കിൽ നിന്നും നമുക്ക് കിട്ടും. അപ്പോൾ അത് ചെറുതിലോട്ട് കിട്ടിയതുകൊണ്ട് അതെനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തമാശ, പിന്നെ ഈ പറഞ്ഞ സെൽഫ് ട്രോളിൻ്റെ ഇത്. ഇപ്പം ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ഒരു 11 പേരടങ്ങുന്ന എല്ലാം പെണ്ണുങ്ങൾ, 10, 30, 35 വയസ്സ്, 40 ഒക്കെയുള്ള പെണ്ണുങ്ങൾ. ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത് തള്ള വൈബ്സ് അല്ലെങ്കിൽ തള്ളജീസ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയും പോകുമ്പോൾ എൻ്റെ പൊന്ന് തള്ളയൊന്നും മിണ്ടായിരിക്കുന്നു പറയുമ്പം അപ്പുറത്തെ ആൾക്ക് കയറി നമ്മളെ തള്ളാന്ന് വിളിക്കാൻ പറ്റത്തില്ല. നമ്മളെ തന്നെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് പറ്റത്തില്ല, നമ്മളെ കളിയാക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ എല്ലാത്തിലും എൻ്റെ അപ്പൻ, എൻ്റെ കെട്ടിയവൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ അമ്മ, എൻ്റെ ചേട്ടൻ, എല്ലാവരെയും ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട്. കാരണം ആരും അവരെ കുറ്റം പറയണ്ട, എനിക്ക് മാത്രമേ അവരെ കുറ്റം പറയാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ അവരതൊക്കെ കേട്ട് ചിരിക്കുന്നു, ആൾക്കാർ ചിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു പ്രസവത്തിൻ്റെ കഥ എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ട്, ദൈവം ഇതൊക്കെ ഇത്രയും സിമ്പിളായിരുന്നോ ഈ പ്രസവം എന്നൊക്കെ പറയുന്നത്. കാരണം ആദ്യത്തെ പ്രസവം എന്നൊക്കെ പറയുന്നതിന് ഞാൻ അനുഭവിച്ച് കൂട്ടിയതിന് എനിക്ക് ആ ഹസ്ബൻഡിനെ വെറുത്തു പോയിട്ടുള്ള സമയമാണ് അതൊക്കെ. ഹസ്ബൻഡിനെയും വീട്ടുകാരെയും എല്ലാവരെയും വെറുത്തു പോയിട്ടുള്ള പ്രസവം കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ എനിക്ക് കാണിച്ച് തരുമ്പം ഞാൻ കിടന്നിങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ, അപ്പോൾ ഞാൻ ആ കുട്ടീനെ നോക്കിയത് ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നീക്കുന്നു. അത് കഴിഞ്ഞ് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ സന്തോഷം കൊണ്ട് കിടന്ന് വിറക്കിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ കൊച്ചിനെ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു, സന്തോഷം കൊണ്ടല്ല, വേദന എടുത്തിട്ടാണ് മനുഷ്യന്. സിസേറിയൻ ആയിരുന്നു, പക്ഷെ എനിക്ക് നല്ല പെയിനായിരുന്നു. എനിക്ക് ആ സമയത്ത് കൊച്ചിൻ്റെ മുഖം ഒന്നുമില്ല. അപ്പം പെണ്ണുങ്ങളുടെ ഈ വക എന്താ പറയുക, ഇങ്ങനെയുള്ള ഇതുകൾ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് സുഖപ്രസവം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നതിനോട് എനിക്ക് ഒരു സുഖമില്ലാത്ത സംഭവമാണത്. സിസേറിയൻ ആയാലും ശരി, പ്രസവമാണെങ്കിലും ശരി, നിങ്ങൾക്കതിന് മനഃശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു സംഭവത്തിന് മുതിരുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ ഓരോന്ന് എഴുതുന്നു. ആ എഴുത്ത് ഇപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ആനി പറഞ്ഞിട്ടാണ് ബുക്കാക്കിയത്. ഒരുപാട് നാളെ ബുക്ക് ആക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് മടിയുള്ള ആളാണ്. പക്ഷെ ഇപ്പം നല്ല രീതിക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും സെൽഫ് ട്രോളുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു. അടുത്തതായിട്ട് സാറയിലോട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഞാൻ പെട്ടെന്ന് കണക്റ്റായൊരു വ്യക്തി സാറയാണ്. രണ്ടുപേരുടെയും ലൈഫ് ലൈൻസ് ഒരേപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഹിപ്പി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു ജിപ്സി ടൈപ്പുള്ള മനുഷ്യന്മാരായിരിക്കും. അപ്പോൾ എഴുത്തിൻ്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്ന ഒരാളാണ്. ആരുമില്ല, ഇപ്പം നമുക്ക് താപ്പാനകളൊക്കെ ഉള്ള പോലെ അങ്ങനൊരു സംഭവങ്ങളില്ലാത്ത ഒരാളാണല്ലോ. യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. യാത്രയിൽ നിന്ന് കിട്ടിയ ഒരു കൾച്ചറൽ ഫോർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സംസ്കാരങ്ങളെ നമ്മൾ പഠിക്കുന്നത് യാത്രയിലൂടെയാണ്. ഇപ്പോൾ അഞ്ജു ചേച്ചി പറഞ്ഞതുപോലെ
ഓരോ യാത്രയിൽ നിന്നും നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരെ, അവരുടെ ജീവിത രീതികൾ, ഭക്ഷണം, വസ്ത്രം, അങ്ങനെ കുറേ എലമെൻറ്റുകൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കും. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് പുതുക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാത്രകൾ പോലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രാനുഭവമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാംസ്കാരികമായിട്ടുള്ളൊരു കണ്ടെത്തലോ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എഴുത്തിലേക്ക് അത് എത്രമാത്രം ബ്ലെൻഡായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് മേരി സാര. ഞാൻ ജിപ്സീസ് റൺ ഓൺ വെനസ്ഡേ, വോഡ്ക സാമ്പാർ എന്നീ നോവലുകളുടെ ഓത്തറാണ്. അപ്പോൾ താങ്ക് യു ശില്പ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആൻഡ് താങ്ക് യു ജെയിൻ യൂണിവേഴ്സിറ്റി ഫോർ ദിസ് പ്ലാറ്റ്ഫോം ആൻഡ് ഓൾസോ വണ്ടർഫുൾ ഓത്തേഴ്സ് ഫോർ സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളർന്നു വന്നത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരാണെങ്കിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുറത്ത് പോകരുത്, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലി കുറച്ചും കൂടി നിനക്ക് 2 കാലില്ലേ നടന്നോ എന്ന് പറയുന്ന ഒരു വീട്ടുകാരായിരുന്നു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം. അതായത് എനിക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ പോയാലും മതി, പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന എല്ലാ മനുഷ്യരും എനിക്ക് കഥയാണ്. ഞാനിപ്പോൾ ആമസോണിൽ ഡെലിവറി ചേട്ടനാണ് ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. കാരണം എല്ലാ ദിവസവും ഡെലിവറി വന്നത് ഞങ്ങൾ നല്ല ബഡീസായി. ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സെക്യൂരിറ്റി ചേട്ടൻ തൊട്ട് ഞാൻ ഒരു ഓട്ടോ കയറി കഴിഞ്ഞാൽ ഓട്ടോ ചേട്ടൻ വരെ എൻ്റെ ബഡിയാണ്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് എനിക്ക് കഥകളാണ്. പിന്നെ എന്നെ കാണുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പീപ്പിൾ ഓപ്പൺ അപ്പ് ടു മീ. അപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും പേഴ്സണൽ സീക്രട്സും തമാശകളും സങ്കടവും എല്ലാം എൻ്റെ അടുത്ത് പറയും. ഞാനിതിരുന്ന് കേൾക്കും. അപ്പോൾ ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നത് യാത്രകളാണ്. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് ഞാനൊരു സോളോ ട്രിപ്പ് പോകാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ 25th ബർത്ത്ഡേ വരാണ്. അപ്പോൾ 25ാമത്തെ ബർത്ത്ഡേ മൈൽ സ്റ്റോൺ, ഭയങ്കര സംഭവം. അങ്ങനെ ഞാൻ സേവ് അപ്പ് ഒക്കെ ചെയ്ത് വീട്ടിൽ പറഞ്ഞു, അമ്മേ ഞാൻ സോളോ ട്രിപ്പ് പോവാണ്. അപ്പോൾ പിറ്റേ ദിവസം അമ്മ കാണുന്നത് യുവതി ബഞ്ചി ജമ്പിങ് ചെയ്ത് മരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ചാടാനാണോ പോണേ? ഞാൻ പറഞ്ഞു, അല്ലല്ല, എനിക്ക് സോളോ ട്രിപ്പാണ് പോണേ, അതിൽ ചാട്ടമൊന്നുമില്ല. അപ്പോൾ എങ്ങോട്ടാണ് പോണേ? അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത്, നമ്മളിങ്ങനെ സാധാരണ സ്ഥലത്തൊന്നും പോയിട്ട് കാര്യമില്ല, നമുക്ക് വെറൈറ്റി പിടിക്കണമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ബജറ്റൊക്കെ നോക്കി വെച്ചു. തായ്ലൻഡ് പിടിച്ചാലോ? ഇല്ല, ഒക്കില്ല. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ത്യയുടെ ചുറ്റുവട്ടം വല്ല സ്ഥലം നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ചുറ്റുവട്ടം ഉള്ളത് ഏതാ? നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഭൂട്ടാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരും കേൾക്കാത്ത സ്ഥലം ഭൂട്ടാൻ വെച്ച് പിടിക്കാം. പക്ഷെ എങ്ങനെ പോവും? അപ്പം ഞാനെന്താ അന്ന് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഗുവാഹത്തി വരെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഗുവാഹത്തിയിൽ നിന്ന് പോണത് എന്തോ 2-3 ട്രെയിനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റ് കയറി ഗുവാഹത്തി എയർപോർട്ട് വരെ എത്തി. അതുവരെ മഹാധൈര്യത്തിലിരുന്ന് ഞാൻ ഗുവാഹത്തി എയർപോർട്ട് എത്തിയപ്പോൾ എല്ലാ ധൈര്യവും ചോർന്ന് അമ്മേ എനിക്കിപ്പോൾ തൃശ്ശൂർ എത്തണം എന്ന് പറഞ്ഞ് കരച്ചിലായി. ആ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാളെ നമുക്ക് പരിചയമില്ല. അവിടെ എനിക്ക് അത്ര വലിയ ഹിന്ദി അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ആകപ്പാടെ മരവിച്ചൊരവസ്ഥ. അപ്പോൾ ഞാനൊരു ഫ്രണ്ടിനെ ഫോൺ വിളിച്ചു. അപ്പോൾ ഞാൻ ഈ മായാനദിയിൽ അപ്പൂനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ, നീ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതല്ലേ, നിന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് മഹാ മോട്ടിവേഷൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ദൈവം തമ്പുരാൻ അറിയാം ഏതോ ഒരു ക്യാബിൽ കയറി. അതൊരു വളരെ നല്ല മനുഷ്യനായിരുന്നു. അങ്ങേര് ആസാമിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഗുവാഹത്തി ക്യാപിറ്റലൊക്കെ കണ്ടു. ഞാൻ അവിടെ പോയി കഴിഞ്ഞ് നേരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ അവർ പറഞ്ഞു ആസാമിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മീൻകറി കഴിക്കണം, മാച്ച് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാച്ച് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ റോസ്മെരി, സുഗാനൊടി നോക്കുമ്പോൾ 2 മലയാളി സിസ്റ്റേഴ്സ്. നമ്മൾ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ 2 മലയാളി സിസ്റ്റേഴ്സ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവരോട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ കസിൻ നാരായൺ എന്ന് പറഞ്ഞ് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവനെ വിളിച്ചു പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്ക് ഭൂട്ടാനിൽ എത്തണം, പക്ഷേ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ, ഇനി എങ്ങനെ പോകണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ, ഈ നാരായണങ്കിളിനെ വിടാം. അപ്പോൾ നാരായണങ്കിൾ വന്നു. നാരായണങ്ങളുടെ ഫ്രണ്ടായി ഉത്തംബയ്യയും വന്നു. അത് കഴിഞ്ഞ് ആൻഡ് എവ്രി വൺ ഇൻ ദാറ്റ് ജേർണി ദേ പ്രൊട്ടക്റ്റഡ് മീ. അതായത് യാതൊരു പരിചയമില്ല, ഏതോ ഒരു അന്യദേശത്ത് നിന്ന് വരുന്ന ഞാൻ ഇവരുടെ നാട്ടിൽ ആദ്യമായിട്ട് വരുന്നു. ഇവരെന്നെ സൽക്കരിച്ചത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏതോ രാജ്യത്തെ മഹാറാണി പോലെയായിരുന്നു. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ ഒരു കിടന്നു. അപ്പോൾ എൻ്റെ ഇപ്പുറത്തെ ബോഗിയിൽ ഒരു മുത്തിയമ്മാമ്മ, ഒരമ്മാമ്മ, ഒരമ്മ,
അതിന് ഒരു മോള് ഒരു 4 ജനറേഷൻ ഓഫ് വുമൺ ട്രാവൽ ചെയ്യുന്നത് ഞാൻ കണ്ടു. അവരുടെ കൂടെ 3 കുഞ്ഞു കുട്ടികൾ. ഈ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവിടെ കാലത്തൊരു 4 മണിയായപ്പോൾ, ആസാമിലാണെങ്കിൽ നമ്മുടെ ടൈം സോണായിട്ട് വ്യത്യാസമുണ്ട്, പുലർച്ചെ 4 മണി ആകുമ്പോൾ തന്നെ സൺലൈറ്റ് വരും. അതായത് നമ്മുടെ ഇവിടെ കാലത്തൊരു 11 മണിക്ക് വരുന്ന പോലെ അത്രയും സൺലൈറ്റ്. ഈ കുഞ്ഞു കുട്ടികൾ വന്നിട്ട് എൻ്റെ കണ്ണ് തുറക്കാൻ നോക്കുന്നു, എൻ്റെ ക്യാമറ പിടിച്ച് വലിക്കുന്നു, മഹാമേളാങ്കം. അങ്ങനെ അവരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ബോഗിയുടെ മുകളിൽ ഒരു ആൻറ്റി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ ഘൂങ്കട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ ആൻറ്റിക്ക് എന്നോട് എന്തോ സംസാരിക്കണമെന്നുണ്ട്, എനിക്കും ആൻറ്റിയോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും ഭാഷ അറിയില്ല. അപ്പോൾ അവസാനം ആൻറ്റി പറഞ്ഞു ചിക് ചിക് ചിക്. ഞാൻ പറഞ്ഞു ഇതെന്താ പല്ലിയാ, ട്രെയിനിലുള്ള ഏതാണ് ഈ പല്ലി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ആള് ഫോട്ടോ എടുക്കോ ചിക് ചിക് മെഷീൻ വെച്ച് എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ ആൻറ്റിയുടെയും മൊത്തം കുടുംബം, ഈ മുത്തിയമ്മാമ തൊട്ട് ബാക്കി എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തു കൊടുത്തു. അവർക്ക് ഭയങ്കര സന്തോഷമായി. ആ പോരുന്ന വഴിയിൽ ആ കുട്ടിക്ക് ഒരു 4 വയസ്സുള്ള കുട്ടിയുണ്ട്, ഒരു 8 വയസ്സുള്ള കുട്ടിയുണ്ട്, 10 വയസ്സുള്ള കുട്ടിയുണ്ട്. ചേച്ചിക്ക് അറിയോ ഇവന് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് ഈ 4 വയസ്സുകാരനെ നോക്കി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാണുന്ന എല്ലാ മനുഷ്യരും കഥകളായിരുന്നു. അങ്ങനെ തപ്പിപ്പിടിച്ച് ഞാൻ ജൽപാഗുരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ജൽപാഗുരിയിൽ നിന്ന് അവിടെ പുറത്തെത്തി കഴിഞ്ഞപ്പോൾ ഈച്ച പോലെയാണ് മനുഷ്യർ. മാഡം ടാക്സിയിലേലോ, മാഡം ആജാവോ. ഞാൻ പറഞ്ഞു എന്ത് ടാക്സി എന്ത് ബസ് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടെ എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ടായിരുന്നു. അവിടെ BSFൻ്റെ കുറേ ആർമിക്കാരുണ്ടായിരുന്നു. അവരേതിട്ട് പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ എനിക്ക് പോകാൻ സാധിച്ചു. ആൻഡ് ഐ ഗോട്ട് ഇൻ ടു ഭൂട്ടാൻ. ആൻഡ് ഭൂട്ടാനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മൗണ്ടൻ ഇങ്ങനെ കാണാം. അതൊരു മഞ്ഞുകൊണ്ട് ഒരു കോട കൊണ്ട് ഒരു ബെൽറ്റ് കെട്ടിയ പോലെ. ആൻഡ് ഐ വാസ് ലൈക്ക് ഐ ഡിഡ് ദിസ്, ഐ ഫുൾഫിൽ മൈ ബക്കറ്റ് ലിസ്റ്റ്. എന്നെക്കൊണ്ട് സാധിക്കും എന്നെനിക്ക് തോന്നി. അപ്പോൾ അവിടെ എത്തിയ ഡെസ്റ്റിനേഷനേക്കാളും ഞാൻ പോയ ജേണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ജേണിയിൽ കണ്ട മനുഷ്യരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എൻ്റെ എല്ലാ കഥകളും എല്ലാ നോവലിലും ഒരു യാത്രയുണ്ടാവും. എൻ്റെ ഫസ്റ്റ് ബുക്കാണെങ്കിൽ ഇതേപോലെ പാകിസ്ഥാനിൽ പോകുന്നൊരു കുട്ടിയുടെ കഥയായിരുന്നു. സെക്കൻഡ് ബുക്കാണെങ്കിൽ എങ്ങോട്ട് പോയി പലവിധ ആൾക്കാരെ കാണുന്നൊരു ആളുടെ ബുക്കായിരുന്നു. സോ ഓൾ മൈ ക്യാരക്ടേഴ്സ് ആർ വെരി മച്ച് ഫ്ലോഡ് ലൈക്ക് മീ. ഞാനൊരു സാധാരണ ആളാണ്. എല്ലാവർക്കും ഉള്ള പോലെ ട്രോമയും സങ്കടവും സന്തോഷവും ഒക്കെ സമാസമം ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യർക്കും ഒരു കഥ വേണമെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് ഓൾ ട്രാവൽ. ആ ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ലഡാക്കിൽ പോയി ട്രിപ്പ് പോകണമെന്നല്ല. നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ചമ്പക്കര മാർക്കറ്റിൽ പോയി വന്നാൽ തന്നെ അതൊരു ട്രിപ്പാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ദർ ഇസ് ബ്യൂട്ടി ഇൻ കയോസ്. എല്ലാ സ്ഥലത്തും നമ്മളുടെ ബ്യൂട്ടി ഉണ്ട്. അത് നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആൻഡ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ദ വേൾഡ് അറൗണ്ട് ഇസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ എല്ലാ മനുഷ്യരിലും ഒരു നന്മയുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. കഥകളിലൂടെ ആ നന്മ പകരാൻ ഞാൻ ശ്രമിക്കുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവരോടുള്ളൊരു കോമൺ ക്വസ്റ്റ്യനാണ്, ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. പൊതുവെ സാഹിത്യത്തിന് ഒരു ടാഗ് ലൈൻ ഉണ്ട്, ഇന്ന വിഷയങ്ങളെ മാത്രം റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ആധികാരികമായിട്ട് പറയുക, എഴുതുക, ആ വിഷയങ്ങളിൽ മാത്രം ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളൊരു സംഭവം. അങ്ങനെ അല്ലാതെ എഴുതുന്ന എഴുത്തുകാരാണ് സോഷ്യൽ മീഡിയ വഴി എഴുതുന്ന ആൾക്കാർ. വളരെ കുഞ്ഞു കോട്ടുകളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യുന്ന മനുഷ്യർ. എനിക്ക് തോന്നുന്നു കല്യാണിയും ദാക്ഷായണിയും എന്ന് പേരായ 2 സ്ത്രീകളുടെ കഥ എന്നൊരു നോവൽ R രാജശ്രീ ടീച്ചർ എഴുതിയ നോവലാണ്. ഫേസ്ബുക്കിൽ വളരെ വിപ്ലവം സൃഷ്ടിച്ചൊരു നോവലായിരുന്നു അത്. അതിനകത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വളരെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളോടുകൂടിയുള്ളൊരു നോവലാണത്. അങ്ങനെയും എഴുതുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ വളരെ സോഫ്റ്റായിട്ട് എഴുതുന്ന അങ്ങനെയുള്ള എഴുത്തുകളും വന്നിട്ടുണ്ട്. അപ്പം എഴുത്തിന് അങ്ങനെ ഒരു ലേബൽ ആവശ്യമുണ്ടോ? എഴുത്തുകാരൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കോട്ട് വേണോ എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആർക്ക് വേണേലും പറയാം. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ലേബലിൻ്റെ ആവശ്യം നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നടക്കുന്നൊരു കാര്യമല്ല. കാരണം ഇപ്പം നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ 3 തരമായിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു എഴുത്തുകാരന് അവൻ്റെ എഴുത്ത്, ഒരു പുസ്തകം എന്ന് പറയുന്നത് സ്വന്തം കുട്ടിയെ പോലെയാണ്. അതിൽ അപ്പൻ അമ്മ അതെല്ലാം നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ട്രാവലിനെയും നമ്മൾ എന്തൊക്കെ ആൾക്കാരെ എങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു ഇതെല്ലാം അപേക്ഷിച്ചിരിക്കും. ശില്പ പറഞ്ഞ പോലെ ഓരോ എഴുത്തും നമ്മളിൽ ജനിക്കുന്ന ആ മൊമെൻറ്റ്, അതിപ്പം ഇവർ പറഞ്ഞ പോലെ, ഇപ്പം ടുളു പറഞ്ഞ പോലെ ടുളു പ്രസവത്തിന് കിടന്ന സമയത്ത് കിട്ടിയ അനുഭവം ഒരു സ്പാർക്കാണ്, മനസ്സിലായോ? അതേസമയം മേരിക്കുട്ടി ട്രാവൽ ചെയ്തപ്പോൾ കിട്ടിയ സ്പാർക്ക്. ഇപ്പം അഞ്ജുവിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്താണെന്ന് അറിയാം. ഇവിടെ ഇരിക്കും എനിക്ക് ഇവരെ
പേഴ്സണലി അറിയാം ഈ 3 പേരെ. അപ്പം ഇവരുടെ ഓരോ സംഗതി, ഇപ്പോൾ അഞ്ജുവിനെ ഞാൻ പരിചയപ്പെടുമ്പം കൽപ്പാത്തിയിലൂടെ നടക്കുന്ന അഞ്ജു അവിടെ നടത്തിയ ഓരോരോ എന്താ പറയുക, മീറ്റ് ചെയ്ത ആൾക്കാർ, കഴിച്ച ഭക്ഷണം, ഇതെല്ലാം പറയുന്നുണ്ട്. ഫോർ മീ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇനി നമ്മൾ ഫ്യൂച്ചർ സബ്മിറ്റിനെ പറ്റി പറയുമ്പം എനിക്ക് പറയണം തോന്നിയൊരു കാര്യം, ഇനിയിപ്പം നമ്മൾ പണ്ടൊക്കെ എന്താ, ഒരു പെണ്ണും ഒരു ചെറുക്കനും അവർ പ്രണയത്തിലായി, അങ്ങനെ ഒരു കഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് വരുന്നു. പക്ഷെ എനിക്കൊന്ന് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇനി സ്വയം കഥകളാണ് അല്ലേ. നമുക്ക് കൂടുതലും ഇപ്പം ഒരു പെണ്ണും ചെറുക്കനെ, എവിടെയോ കിടന്ന പെണ്ണിനും ചെറുക്കനെ പറ്റിയും ഒരാൾ ഉണ്ടാക്കിയ കഥേനേക്കാളും അവിടെ ആ ഒരു പ്രദേശത്ത് ശരിക്കും അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതിനോടാണ് കൂടുതൽ നമുക്ക് ഒരു ആകർഷണം. അപ്പം ഫ്യൂച്ചർ എനിക്ക് തോന്നുന്നു നമുക്കത് ലേബലൈസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലാതെയും എഴുതുന്നവരുണ്ടാവും. അതേസമയം ഫോർ മീ, എൻ്റെ കേസിൽ ഞാൻ പറയണേ, ഓപ്പണായിട്ട് പറയാം, മൈ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ മെൻ്റൽ മാസ്റ്റർബേഷൻ. എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇതിലേക്ക് പകർത്തുകയാണ്, അത് ഞാൻ ആൾക്കാരിലേക്ക് കൊടുക്കുകയാണ്. അപ്പം അതിനൊരു ലേബൽ വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഈ സംഭവം എഴുതുന്നെന്ന് കേട്ടപ്പം ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ളവർക്കൊക്കെ ഇതൊന്നും സാഹിത്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ, എൻ്റെ വല്യപ്പച്ചനൊഴിച്ച്, എൻ്റെ ഗ്രാൻഡ് ഫാദറിനൊഴിച്ച് ബാക്കി ആർക്കും പ്രത്യേകിച്ചൊരു ടേസ്റ്റും ഇല്ല ഇതിനൊന്നും. ഇതിവളെന്ത് എഴുതുന്ന, എല്ലാവർക്കും ഒരു ആഗ്രഹം ഇത് വായിക്കാനായിട്ട്. കാവൽക്കാരി ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടൊരു ബുക്കാണ്, പാവം പിടിച്ച എഴുത്താണ് എൻ്റേതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ ടുളുവിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് പാവം പിടിച്ച എഴുത്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവൾ എഴുതിയ ഒരു കാര്യം എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്, 2 പെൺകുട്ടികൾ, ഞാൻ ആദ്യം വായിക്കുന്നതാണ്, 2 പെൺകുട്ടികൾ. പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ കമ്പ്യൂട്ടർ വരുമ്പം ലിവിങ് റൂമിലാണ് കൊണ്ടുവെക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ. അവിടെ ഇരുന്ന് 2 പെണ്ണുങ്ങൾ തുണ്ടുപടം കാണുക, അവരുടെ എക്സ്പീരിയൻസ്. എത്ര പേർക്ക് നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പിലൊക്കെ ആണുങ്ങൾ ഷെയർ ചെയ്യും, ആണുങ്ങൾക്ക് ഇതിനൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. പക്ഷെ പെൺകുട്ടികൾ എത്ര പേര് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അവരുടെ എക്സ്പീരിയൻസ് അവർക്കൊന്ന് കാണണം എന്ന് തോന്നി. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമുക്ക് പലരും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ, എന്തു വലിയ പാപമായിരിക്കാം. അതാ പറഞ്ഞേ, നമുക്ക് ലേബലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളുടെ ശരി ഒരാൾക്ക് തെറ്റായിരിക്കാം, ഒരാളുടെ തെറ്റ് വേറൊരാൾക്ക് ശരിയായിരിക്കാം. പക്ഷേ നമ്മളെ പിടിച്ചു കുലുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഒരു പോയിന്റിനെ നമുക്ക് ഒരു കാലത്തും ലേബലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ കാവൽക്കാരി ഞാൻ എഴുതിയപ്പം അതിൻ്റെ അന്തവും കുന്തവും നടുവും മുക്കാലും ഒന്നും എനിക്കറിയത്തില്ല. ഞാനങ്ങ് എഴുതിപ്പോയി ഒരു ഫ്ലോയിൽ. ശരിക്കും പറഞ്ഞാൽ ലൂസ് മോഷൻ വന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഒരു എഴുത്തായിരുന്നു. പക്ഷേ എന്നോട് KC നാരായൺ സാർ പറഞ്ഞതാണ്, ഭാഷാഭൂഷണിയുടെ എഡിറ്റർ ഇൻ ചാർജ്. ഞാൻ അങ്ങനെ വായിക്കുന്നൊരു കൂട്ടത്തിലേ അല്ല. അപ്പം ചിലർ ചോദിക്കും, നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷേ അത് വായിച്ചിട്ടുണ്ടോ ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വായിച്ചിട്ടില്ല. അപ്പം KC നാരായൺ സാറിനോട് പറഞ്ഞു, ഒരിക്കലും. KC നാരായൺ സാറ് ഭാഷാഭൂഷണിയുടെ മലയാള മനോരമ ഭാഷാഭൂഷണിയുടെ എഡിറ്റർ ഇൻ ചാർജ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞാണ്, ആനി ഇപ്പോൾ വായിക്കണ്ട, എഴുതുന്ന എന്താണോ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഒരിക്കലും ഒരു എഴുത്തുകാരൻ്റെ വർക്ക് നിന്നെ ഈ ഒരു സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണ്ട, അത് കഴിഞ്ഞ് വായിച്ചോ. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അതുപോലെ കാവൽക്കാരിയുടെ ബ്ലേബ് എഴുതാനായിട്ട് പോയത് സക്കറിയ സാറാണ്. സാർ എന്നോട് പറഞ്ഞത്, സാറല്ല എഴുതിയത്, പിന്നെ KC നാരായൺ സാറാണ് എഴുതി തന്നത്. സാർ എന്നോട് പറഞ്ഞ, നീ ഞാനും ഏകദേശം എന്ന് വെച്ചാൽ പല ഇതാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരുപോലെ ആവണ്ടെന്ന് കരുതിയിട്ട് സാറ് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ സാർ എഴുതട്ടെ അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ലേബലൈസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ടോ? നമ്മൾ മുൻകാലങ്ങൾ മുതൽ തന്നെ ലിറ്ററേച്ചറിനെ തന്നെ പല വിഭാഗങ്ങളാക്കി തിരിച്ചു. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, പോപ്പുലർ ഫിക്ഷൻ, അങ്ങനെ പല തരത്തിലാക്കി തിരിച്ചു. ആ തരംതിരിവ് എല്ലാ കാലത്തും നിലനിന്നു എന്നാണ് തോന്നിയിരിക്കുന്നത്. അത് ഇന്നും ഏറ്റവും പുതിയ എഴുതുന്ന ആളുടെ മുകളിൽ വരെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ ഒരു എഴുത്തുകാരൻ അവനവൻ്റെ തനതായ ശേഷി വെളിപ്പെടുത്താനായിട്ട് എന്തെഴുതുന്നു എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അത് വായിക്കണോ വേണ്ടയോ എന്നുള്ളത് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് ഒരു സംസ്കാരമായി രൂപപ്പെടുത്തുകയും അതിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യം ശരിക്കുമില്ല. അതല്ല സംസ്കാരം. കേരളത്തിൻ്റെ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഈ പുസ്തകങ്ങൾ കൊണ്ട് സാധിക്കും എന്ന് ലേബൽ ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിൻ്റെ സംസ്കാരം അതല്ല.
കേരളത്തിൻ്റെ സംസ്കാരം എഴുതണം ഒരു എഴുത്തുകാരനെന്ന് ഒരു നിർബന്ധവുമില്ല. അത് അയാളുടെ സംസ്കാരമാണ്, അല്ലെങ്കിൽ അയാളുടെ ചിന്താശേഷിയിൽ രൂപപ്പെട്ട ഒന്നാണ്. അത് ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ സംസ്കാരമായിട്ട് എന്തിനാണ് വളർത്തിയെടുക്കുന്നത്? അതുകൊണ്ട് ഒരു സാംസ്കാരിക സിമ്പലായിട്ട് ഒരു എഴുത്തുകാരനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിൽ നിന്ന് അത് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും, എഴുതാനുള്ളത് ആ സർഗശേഷി വെച്ചുകൊണ്ട് ആരും അവരവരുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ എഴുതട്ടെ. അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ രൂപപ്പെടും. അത് വായിക്കാൻ ആഗ്രഹിക്കുന്നവർ വായിക്കട്ടെ. അതിലാണ് ഇരിക്കുന്നത്. ഒരു ഇന്ത്യൻ സംസ്കാരത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും കുറച്ചും കൂടി അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബൽ സംസ്കാരത്തെ കൊണ്ടുവരാനായും ഭാവിക്ക് സാധിക്കട്ടെ. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ രചനകൾ രൂപപ്പെടണം. ആ രൂപപ്പെടാന്നത് തുറന്ന മനസ്സോട് കൂടിയിട്ട് സ്വീകരിക്കാനായിട്ട് മലയാള ജനത തയ്യാറാവണം, മാറ്റങ്ങൾക്ക് തയ്യാറാവണം. അത് തന്നെയാണ് കാര്യം. ഓക്കെ, ഇപ്പം എഴുത്ത് അച്ചടി മാധ്യമങ്ങളിൽ മാത്രം അല്ല ഒതുങ്ങി നിൽക്കുന്നത്. അതിന് വളരെ വിപുലമായൊരു സ്പേസ് ഇപ്പോഴുണ്ട്. സോഷ്യൽ മീഡിയ ആവട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമല്ല വായന നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സ്പേസിൽ സോഷ്യൽ മീഡിയ, എല്ലാവരും എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പം സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഈ പറയുന്ന എഴുത്ത് രീതികൾ ഉണ്ടാക്കിയൊരു മാറ്റം, ആ മാറ്റത്തിനെ പറ്റി എന്താണ് ടൂളു തോന്നുന്നു? സോഷ്യൽ മീഡിയ കാരണമാണല്ലോ ഇപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ആക്ച്വലി. അല്ലെങ്കിൽ ആരറിയാനാ? ഇപ്പം നമ്മൾ എഴുതുന്നത് മുഴുവൻ ഇപ്പം ഒരു പ്രസിദ്ധീകരണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യുമോ ഇല്ലയോ, എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ കൊടുത്തിരുന്ന സമയത്ത് എനിക്ക് ആരുടെ ഇതും നോക്കണ്ട. നമ്മളൊരു കാര്യം എഴുതിയിടുന്നു, അതിൽ നമുക്ക് ലൈവായിട്ട് അഭിപ്രായങ്ങൾ കിട്ടുവാണ്. ഇത് കൊള്ളൂല, അല്ലെങ്കിൽ ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭാഗം ശരിയായില്ല എന്നൊക്കെയുള്ള. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പോൾ ഫേസ്ബുക്കിനേക്കാളും കൂടുതൽ എല്ലാവരും ഇൻസ്റ്റയാന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫേസ്ബുക്കിൽ നമ്മൾ എഴുതുമ്പം ഒരുപാട് വലിച്ച് വാരി അല്ലെങ്കിൽ വലിയ വലിയ പോസ്റ്റുകളായിട്ട് എഴുതുന്നതിനാണ് ആൾക്കാർ കൂടുതൽ ഇതാക്കുന്നത്. പക്ഷേ ഇൻസ്റ്റയിൽ ഈസി ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 2 വരി അതിലെനിക്കൊരു കോമഡി ആക്കിയിട്ട് അത് സ്റ്റോറി ആയിട്ട് ഇടാം. അപ്പോൾ അതിൽ തന്നെ ഞാൻ എന്താണ് മറ്റുള്ളവരിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുമുണ്ട്. അതൊരു പക്ഷേ ബാക്കിയുള്ള ഒരു പരിഹാസമായിരിക്കാം, ആരെങ്കിലും കളിയാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കളിയാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും ആക്ഷേപിക്കുന്നതായിരിക്കും. പക്ഷേ അത് മനസ്സിലാവാത്ത പോലെ പക്ഷെ ബാക്കിയുള്ളവർക്ക് കിട്ടുകയും ചെയ്യും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് പിന്നെ സോഷ്യൽ മീഡിയ കൂടെ ഒരുപാട് ഓഫേഴ്സ്, ഇപ്പം നമുക്ക് എഴുത്തുകാരുടെ ഇതിൽ മാത്രമല്ല പല രീതിയിൽ അതിൽ വർക്ക് ചെയ്യുന്ന എത്രയോ പേര് വെറുതെ വീട്ടിലിരുന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിലിരുന്ന് എന്ത് ചെയ്യണം, പഠിപ്പും എല്ലാം കഴിഞ്ഞ് നല്ല പഠിപ്പും എല്ലാം ഒന്നായിട്ട് കഴിഞ്ഞു മൈൻഡ് ചെയ്യണ്ടല്ലേ. അപ്പം ആ ഒരു ഇത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നല്ല പഠിപ്പ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവർക്കൊക്കെ ഇപ്പം ഈ ഇൻസ്റ്റ കാരണം ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് എത്രയാണ് അവർ വീട്ടിലിരുന്ന് ഏൺ ചെയ്യുന്നത് നല്ലപോലെ. ഇപ്പം നമ്മളുടെ അത് റൈറ്റേഴ്സ് മാത്രമല്ല, എന്തൊക്കെ ഫീൽഡുണ്ട്. ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി ആവട്ടെ, നമ്മൾ ഇപ്പം എന്താ പറയുക ഒരു സ്ഥലത്ത് പോയിട്ട് അപ്പോൾ ആ ഹോട്ടലിനെ ആ റെസ്റ്റോറൻറ്റിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, അത് ഈ ഇൻഫ്ലുവൻസേഴ്സ് കാരണമാണ് നടക്കുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ എവിടെ നിന്നാണ്? ഈ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ കാലം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് നല്ലൊരു മാറ്റം തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കത്തില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാനൊരു അധ്യാപികയാണ്, ഒരു മലയാള അധ്യാപികയാണ്. അപ്പം ഞാൻ പിള്ളേരെ പഠിപ്പിക്കണ സമയത്ത് എൻ്റെ PGയുടെ പ്രൊജക്റ്റ് തെറിയുടെ പൊളിറ്റിക്സ് ആയിരുന്നു. തെറി എവിടെ നിന്നുണ്ടായി, അല്ലെങ്കിൽ എന്താണ് തെറി എന്നൊക്കെയുള്ള രീതിയിലുള്ള അതിനെ വെച്ചുകൊണ്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ക്ലാസ്സിൽ തെറിയെ പറ്റി പറയുന്ന സമയത്ത് അത് വളരെ വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അതായത് ക്ലാസ്സിലിരിക്കണ ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾ തന്നെ മിസ് എന്താ ഇങ്ങനെ പറയണേ, മിസ്സിനൊരു ഉളുപ്പില്ലേ, ഇങ്ങനെയൊക്കെ പറയാവോ, ഒരു ടീച്ചറല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് വളരെ റെയറായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള കുറേ അഭിപ്രായങ്ങളുണ്ടായി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്
ഏത് വ്യവസ്ഥിതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു കുട്ടിയുടെ റാഗിങ്ങിന് ഇരയായിട്ടുള്ളൊരു കുട്ടി മരിച്ചു പോയൊരു ഇഷ്യൂ. അപ്പം സോഷ്യൽ മീഡിയയ്ക്ക് ഒരേ സമയം നമ്മളെ ഉയർത്താനും നമ്മളെ തളർത്താനും പറ്റും. അങ്ങനെയുള്ളൊരു മാധ്യമമാണത്. അപ്പം അങ്ങനെയുള്ളൊരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഈ പറയുന്നത് പോലെ ലിംഗ, മതവർഗ, അല്ലെങ്കിൽ എഴുത്ത്, കല, രാഷ്ട്രീയം, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം കുടുംബം എന്നുള്ളൊരു കൺസെപ്റ്റ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ആഘോഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക കുടുംബവും പരമ്പരാഗതമായിട്ടുള്ള കുടുംബം എന്ന് പറയുമ്പം അതിന് മുന്നേയും ശേഷവുമുള്ള ഒരു കാലഘട്ടത്തിന് മുന്നേയും ശേഷമുള്ള കുടുംബ വ്യവസ്ഥിതിക്ക് വളരെ മാറ്റം വന്നിട്ടുണ്ട്. മേരിയുടെ പുസ്തകത്തിൽ അങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കുടുംബം എന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് കൾച്ചറൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് എന്ന് പറയാം. That's a very, very good question. First of all, culture എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എൻറ്റിറ്റി. അപ്പോൾ ഈ കൾച്ചറും ഇതിൻ്റെ കൂടെ നമ്മുടെ ട്രഡീഷനും വരുമ്പോൾ ട്രഡീഷൻ ഒരു ബേസായിട്ട് കൾച്ചർ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളാണ്, ഇന്ത്യക്കാരാണ്, ഏഷ്യക്കാരാണ്. ഓൾ ഏഷ്യൻ കൺട്രീസ് ആർ വെരി മച്ച് പേട്രിയാർക്കൽ, റൈറ്റ്? അപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ മാസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ചിന്താരീതികൾ വേറൊരു രീതിയിലായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു കൾച്ചറിനെ കളക്റ്റിവിസ്റ്റിക് കൾച്ചർ എന്ന് പറയും. നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ നോക്കുമ്പോൾ അത് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ എന്ന് പറയും. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നമ്മുടെ സൊസൈറ്റി ഒരു മരമാണെന്ന് വിചാരിക്കാം. ഈ മരത്തിലെ ഇലകൾ ആടുമ്പോൾ എല്ലാ ഇലകളും ഒരു സൈഡിലേക്ക് കാറ്റ് വന്ന് ആടണം എന്ന് പറയുന്നതാണ് കളക്റ്റിവിസ്റ്റിക് കൾച്ചർ. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന പ്രായത്തിൽ കല്യാണം കഴിക്കണം, ജോലി കിട്ടണം, കുട്ടി ഉണ്ടാക്കണം എന്നുള്ളത് സ്വന്തമായ തീരുമാനത്തെക്കാൾ ഉപരി മറ്റൊരാൾ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്, സ്വന്തം കല്യാണത്തിന് സാരി പോലും എടുക്കാൻ പറ്റിയില്ല, അത് തീരുമാനിക്കുന്ന വല്ല മാമനോ മാമിയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ ചേച്ചിയോ ആയിരിക്കും. അതായത് സ്വന്തം കല്യാണത്തിലുള്ള ആ ഡിസിഷൻ മേക്കിംഗ് പോലും പലർക്കും ഇല്ല. അന്ന് ഞാൻ എൻ്റെ മദാമ ഫ്രണ്ടിനോട് പറഞ്ഞാലോ, അവൾ പറയാ അച്ഛനെയും അമ്മേനെയും കല്യാണത്തിന് വിളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതായത് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ എന്ന് പറയുമ്പോൾ അവർ സ്വയം ഒരു മരമാണ്. അപ്പോൾ നമ്മുടെ കാലം പക്ഷെ മാറി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ എറണാകുളത്തു നിന്നാണ് വന്നത്. അപ്പോൾ തൃശ്ശൂരിൽ വന്നത് ഒരു 1925, 1930 ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തൃശ്ശൂർ സ്ത്രീകളെ പെണ്ണുങ്ങളെന്ന് പറയാം. പെണ്ണുങ്ങൾ നടുവഴിയിലേക്ക് വരാൻ പാടില്ല, മുന്നിലോട്ടും വരാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ബ്രദേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധുക്കളോ വന്നു കഴിഞ്ഞാൽ ഒരു കിളിവാതിലുണ്ട്. ഈ കിളിവാതിലൂടെ നമ്മൾ ഓട്ടക്കണ്ടിട്ട് ഓക്കെ അതാണ് എൻ്റെ അപ്പൻ, അതാണ് എൻ്റെ ചേട്ടൻ എന്ന് കണ്ടതിന് ശേഷമാണ് അവരകത്തേക്ക് പ്രവേശിപ്പിച്ച് ഒരു നടുവത്തെ ഒരു മുറിയിരുന്ന് സംസാരിക്കാം. അതും കഴിഞ്ഞ് ഇപ്പോൾ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ ഈ പണ്ടത്തെ സാധനമൊക്കെ എല്ലാവരും കാറ്റിപ്പുറത്തേക്ക് കളയും. കാരണം അത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നല്ല, കേരളത്തിൽ ആ സമയത്തുള്ള ആ വ്യവസ്ഥിതിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾക്ക് ആ മോൾഡിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, കുട്ടി ഉണ്ടാവണം, ആണുങ്ങൾ ജോലിക്ക് പോകണം. ഇപ്പോൾ കല്യാണം കഴിക്കണം, കുട്ടി ഉണ്ടാവണം, പെണ്ണുങ്ങൾ ജോലിക്ക് പോകണം, പക്ഷെ വീടും നോക്കണം, അല്ലേ? എവറി വർക്കിംഗ് വുമൺ ഐ നോ ഈസ് സോ സ്ട്രെസ്ഡ് ആൻഡ് എക്സോസ്റ്റഡ്. കാരണം രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മായിമ്മരുന്ന് പറയും, മരുമോള് ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ, പക്ഷെ കുട്ടീനെ നോക്കുന്നതും വൈകുന്നേരത്തെ പാത്രം കഴുകുന്നതും എല്ലാം ചെയ്യുന്ന ആ സ്ത്രീ തന്നെയാണ്. അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഭാരമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുടുംബം എന്നുള്ള ഈ മൗൾഡ് ഈ കാലഘട്ടത്തിലും എത്രമാത്രം മാറി എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യം തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കളക്റ്റിവിസ്റ്റിക്കും ഇൻഡിവിജ്വലിസ്റ്റിക്കിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഇതിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ട് ഒരു പയ്യനും പെൺകുട്ടിയും സംസാരിക്കുന്നത് തന്നെ ഭയങ്കര അപൂർവമായിരുന്നു. ഇപ്പം എല്ലാവരും ചെറുപ്പത്തിലെ ഫ്രണ്ട്സാണ്, നോർമൽ ഫ്രണ്ട്സാണ്. പണ്ട് കണ്ണിലോട്ട് നോക്കിയാൽ തന്നെ പ്രണയമായിരുന്നു. ഇപ്പോൾ 2 കൊല്ലം ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇത്രയും വർത്തമാനം പറഞ്ഞിട്ടും സിറ്റുവേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ നാനോഷിപ്പാണ്, അല്ലെങ്കിൽ പല പല ഷിപ്പുകളാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, നീ ഡേറ്റിംഗ് ആണോ? ആ തമ്പുരാനറിയാം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ബന്ധങ്ങളും നമ്മളുടെ കാഴ്ചപ്പാടും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു 150 വർഷം മുന്നേ നമ്മൾ ആർക്കും ഈ ഒരു വസ്ത്രമിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ അമാൽഗമേഷൻ വന്നു, അക്കിൽട്രേഷൻ വന്നു,
ഒരുപാട് പുറരാജ്യങ്ങളുടെ അവിടുത്തെ ആൾക്കാർ വന്നു, ട്രേഡിംഗ് വന്നു, കുറേ സംസാരങ്ങൾ വന്നു, നമ്മൾ കൈമാറ്റങ്ങൾ കുറേ കൈമാറി, ഇപ്പോഴും കുറേ കൈമാറ്റങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കൾച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. കൾച്ചർ ഈസ് ഓൾവേസ് ഇവോൾവിങ്. അന്നുണ്ടായിരുന്ന ഒരു സാധനം നിശിതമായി ഇന്ന റൂൾസ് വെച്ച് നടക്കണം എന്ന് ഒരിക്കലും പറയില്ല. ഇറ്റ് വിൽ ഓൾവേസ് ഇവോൾവ്. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡബിൾ എഡ്ജ് സ്വോർഡ്. സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടി നന്നായി കുറഞ്ഞു ഇല്ലേ? പണ്ട് നമ്മളൊരു ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അവിടെ ചിലപ്പോൾ ഫാൻ വർക്ക് ചെയ്താലും നമ്മൾ അവിടെ ചിലന്തി പോണതും ഒക്കെ നോക്കണം. ഇപ്പം നമുക്ക് ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നാൽ മതി. അതൊരു വലിയ സത്യമാണ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഫെഡ് വിത്ത് ടു മച്ച് ഇൻഫർമേഷൻ. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ചെറിയ രീതിയിൽ ADHDയുടെ സിംറ്റംസ് ഉണ്ടെന്ന് പറയണേ. കാരണം കുറച്ച് നേരം ഫോൺ കിട്ടില്ലെങ്കിൽ കൈക്ക് വിറയാ, കുറച്ച് നേരം ആ കണ്ടൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾക്കാരുടെ ഫോക്കസ് ഭയങ്കരമായിട്ട് കുറയുന്നു. പിന്നെ ഐ മീൻ 90s കിഡ്. അപ്പോൾ 90s കിഡിന് എല്ലാവിധ കാര്യങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഉണ്ടാവുന്നത്, പിന്നെ ഇൻ്റർനെറ്റ് ഉണ്ടാവുന്നത്, ഡയലപ്പ് ടീങ് ടീങ് ആ മോഡം വരുന്നത്, അത് കഴിഞ്ഞിട്ട് വൈഫൈ വരുന്നത്, അതിനുശേഷം ഫേസ്ബുക്ക്, എല്ലാ സോഷ്യൽ മീഡിയ ഡെവല്യൂഷൻ. അപ്പോൾ ഒരു 90s കിഡിൻ്റെ അന്ന് കിട്ടിയ ടെക്നോളജിയുടെ ഒരു നോളജ് പോലെയല്ല ഇപ്പം ജനിച്ചു വീഴുന്ന കുട്ടിക്കുള്ളത്. ഇപ്പം ജനിച്ചു വീഴുന്ന കുട്ടിയുടെ മുഖത്തേക്ക് ഒരു ക്യാമറ വെച്ചിരിക്കാം. 2 more minutes. അപ്പോൾ ആ കുട്ടിക്ക് അത്രയും കണ്ടൻറ്റാണ് ആ ചെറിയ പ്രായത്തിൽ, അതിൻ്റെ കണ്ണ് പോലും തുറക്കുന്നേക്കാളും മുന്നേ ഫോണിലേക്കാണ് നോക്കാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് ആ ചെറിയ പ്രായത്തിൽ അത്രയും കണ്ടൻറ്റ് അവരെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഒരു സംശയാതീതമായ കാര്യമാണ്. അതിനുള്ള അവെയർനെസ്സും നമ്മൾ കുറച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും പറയാം. ഈ ബാത്റൂമിൽ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ എഴുതി വെക്കുന്ന പോലെ യാതൊരു പരിചയമില്ലാത്ത ആൾക്കും വേറെ ആൾ ബുള്ളി ചെയ്യാം, അതേപോലെ തന്നെ സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ നമുക്കത് ഒരുപാട് സാറ്റിസ്ഫാക്ഷനും ഡോപ്പമൈനും കിട്ടും. കാരണം നമ്മുടെ ഫോട്ടോന് ഒരു ലൈക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റീലിന് ഒരാൾ നല്ല കമൻ്റ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷം വരും. അതേപോലെ നമുക്ക് വിഷമം വരും ഒരാൾ വളരെയധികം മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ നമുക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡബിൾ എഡ്ജ് സ്വോർഡ്. ആൻഡ് സോഷ്യൽ മീഡിയക്ക് ഇനി റെസ്ട്രിക്ഷൻസ് വരുമോ ഉള്ളതെന്ന് അറിയില്ല. ഇനി സോഷ്യൽ മീഡിയ കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്യൂച്ചറിൽ എന്ത് ടെക്നോളജിയാണ് വരാൻ പോണേന്ന് പറഞ്ഞുകൂടാ. അത് ചിലപ്പോൾ വെച്ചിട്ട് വേറെ വല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ചിലപ്പോൾ എനിക്ക് ആക്ച്വലി വെച്ചിട്ട് ഇമെയിൽ അയക്കാനല്ല വേണ്ടേ, എൻ്റെ പാത്രം കഴുകി തരാനും എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാനും അങ്ങനത്തെ വല്ല AI ഉണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. സോ ദാറ്റ്സ് ദ ഫ്യൂച്ചർ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു. താങ്ക് യു. വളരെ പരിമിതമായ സമയത്തിനകത്ത് ഇത്രയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്, ഞങ്ങൾ കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. സെഷൻ നന്നായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. സൗണ്ട് ചെക്ക്. താങ്ക് യു. ശില്പയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ തല തിരിഞ്ഞ ഈ പെണ്ണുങ്ങളുടെ വർത്തമാനം ഞങ്ങൾക്ക് എല്ലാം ബോധിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കോൺവെർസേഷൻ. ആൻഡ് ഇവർക്കുള്ള സ്നേഹ സമ്മാനം നൽകാനായി നമ്മുടെ സ്ത്രീരത്നത്തെ തന്നെ വേദിയിലേക്ക് വിളിച്ചാലോ? പ്രൊഫസർ ജയലത, നമ്മുടെ പ്രോ വൈസ് ചാൻസലർ. ഹാർട്ടി വെൽക്കം ബാക്ക് ഓൺ സ്റ്റേജ്, മാം. ആൻഡ് വി ആർ പ്രസന്റിംഗ് എ ടോക്കൺ ഓഫ് our appreciation to all these 5 women on stage. സ്വന്തം കഥ പറച്ചിലിലൂടെ നമ്മെ രസിപ്പിച്ച, ചിന്തിപ്പിച്ച ഈ മിനിറ്റുകൾക്ക് നന്ദി. സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് കുറച്ച് ഇവരുടെ സമയം കുറയ്ക്കേണ്ടി വന്നു എന്നുള്ളതിൽ വിഷമമുണ്ട്. സ്റ്റാർട്ടിംഗ് വിത്ത് ആനി വള്ളിക്കാപ്പൻ. അഞ്ജു സജിത്, Tulu Rose Tony, Mary Zara, and finally നമ്മുടെ മോഡറേറ്റർ ശില്പ ചന്ദ്രൻ.
Please step up for a group photograph. നിറഞ്ഞ ചിരികളാണ് വേദിയിൽ. ആ ചിരികളുമായി let's have a happy picture. That was our panel discussion on cultural crossroads, the clash and convergence of tradition and modernity, led by 5 stellar women.